ഹലോ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കബാബ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യം ചിക്കൻ ബോൺലെസ് പീസ് ആട്ടോ എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ടാവും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കണത് ഒരു 3-4 സ്ലൈസ് ബ്രെഡ് ആട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ച് വെച്ചതാണ്, കുതിർത്തതാണ്. ഒരുപാട് വെള്ളമൊഴിച്ച് കുതിർക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ എരിവിന് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ആട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. അതുപോലെ ഒരു മീഡിയം സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിയില ആട്ടോ. മല്ലിയില ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ. അപ്പോൾ മല്ലിയുടെ കൂടെ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതൽ വേണ്ടി വരും. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, തവിയോ അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണമായിരിക്കും കൂടുതൽ ബെറ്റർ. അതാകുമ്പോൾ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഒരുപാടൊന്നും പറ്റിപ്പിടിക്കില്ല. പിന്നെ ഇതിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലവർ പല രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെയാണ്, കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യണത്. അപ്പോൾ 2 മുട്ട, അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചെറിയൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് മുട്ട എടുത്തതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കബാബ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഷാലോ ഫ്രൈ ചെയ്യുന്നവരുണ്ട്, ഒട്ടും എണ്ണ ഒഴിക്കാണ്ട് ടോസ്റ്റ് ചെയ്ത് പോലെ എടുക്കുന്നവരുണ്ട്, പിന്നെ ചുട്ടെടുക്കുന്നവരുണ്ട്. അങ്ങനെ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു ഡീപ്പ് ഫ്രൈ പോലെയാണ് ചെയ്യണത്. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെ മിക്സറിൽ മുക്കിയിട്ട് ഞാൻ ഓരോന്ന് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിലെ ആ ചിക്കനൊക്കെ നന്നായിട്ടൊക്കെ കുക്കായി കിട്ടും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നെ പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇനി ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളുടെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ട് ഞാനിപ്പോൾ മറിച്ചിട്ട് 2 സൈഡ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഉള്ളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വലിയ പണിയൊന്നും ഇല്ലാത്ത റെസിപ്പിയാണ്. ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.